നമുക്ക് കൂവപ്പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പം തയ്യാറാക്കാം. കൂവപ്പൊടി എപ്പോഴും ഒരേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് കൂവപ്പൊടി അതേ അളവിൽ തന്നെ നൈസായ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കപ്പ് ആണ് മൊത്തമുള്ള അളവ്. 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് കൂവപ്പൊടിയും, പിന്നെ 3/4 കപ്പ് പഞ്ചസാര, പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. 3/4 കപ്പ് ആകുമ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവും. പിന്നെ 3 ഏലക്കായ ചതച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നല്ല ജീരകം എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ് എന്നൊക്കെ പറയും. ആ ജീരകം കുറച്ച് ചേർക്കാം. അപ്പം തലപ്പാൽ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ച് ദോശമാവിനേക്കാളും ഇഡ്ഡലി മാവിൻ്റെ ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ടെടുക്കാം. അല്ലാണ്ട് 2 മിനിറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ വല്ല തരികളുണ്ടെങ്കിൽ മാറാനാണ് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തുള്ളത്. ജീരകത്തിൻ്റെ തരിയൊക്കെ അതിൻ്റെ ടേസ്റ്റ് മാത്രം മതി. അപ്പോൾ അതിൻ്റെ തരികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കുറച്ച് 2ാം പാലും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിതിങ്ങനെ അരിപ്പയിൽ നല്ലോണം ഇതേ കണ്ടത് ജീരകത്തിൻ്റെ ഏലക്കായരൊക്കെ തരികളാണ്, നമുക്ക് മാറ്റാം. നമ്മുടെ കിണ്ണത്തപ്പത്തിന് വളരെ കനം കുറഞ്ഞിട്ട് വേണം. അപ്പോൾ നമുക്ക് നല്ല തലപ്പാലാണല്ലോ ചേർത്തുള്ളത്. അപ്പോൾ 2ാം പാൽ ഞാൻ കുറച്ച് ചേർത്ത് ഒന്നും കൂടി നമുക്ക് ചേർക്കാം. എന്നാലാണ് ഇതൊരു കറക്റ്റ് പാകമാവുള്ളൂ. ഇപ്പം 2ാം പാൽ ഞാൻ കുറച്ചും കൂടി ചേർക്കേണ്ടത് എൻ്റെ അളവ് പാകാക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് റെഡി ആയിന് കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാനായിട്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കോരി ഒഴിക്കാം. സമയമുള്ളവർക്ക് വേണമെങ്കിൽ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണുള്ളൂ. എന്നാലും നമ്മുടെ കിണ്ണത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. കിണ്ണത്തപ്പം ചുട്ടെടുക്കാനായിട്ട് നമ്മളൊരു നല്ലൊരു പാത്രം എണ്ണയോ നെയ്യോ ചേർത്ത് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് വെന്ത് കഴിയുമ്പോൾ എടുക്കാനായിട്ടാണ്, പെട്ടെന്ന് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എടുത്ത് 1 സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. അത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കിണ്ണത്തപ്പം. അതൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് ഇതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ നെയ്യ് ചേർക്കേണ്ടത്. കിണ്ണത്തപ്പത്തിന് വളരെ ടേസ്റ്റ് കൊടുക്കുന്നതാണ് നെയ്യ്. ഇഡ്ഡലി പാത്രത്തിൽ ഏതിൽ വേണമെങ്കിൽ വെക്കാം. ഇപ്പം ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ വലിപ്പം കൂടിയത്. അപ്പോൾ അതിനൊരു കറക്റ്റ് പാകത്തിന് ഈ ഒരു പാത്രം ഓക്കെയാണ്. അപ്പോൾ ആ ഒരു പാത്രം വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വരുമ്പോൾ നമുക്ക് ഓരി ഒഴിച്ച അപ്പത്തിൻ്റെ പാത്രത്തിൽ വെക്കാം. അപ്പം നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് നമ്മൾ സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ പശു നെയ്യാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് യോജിച്ചോളൂ കേട്ടോ. അപ്പം ഉണ്ടാകുമ്പോൾ മാവിനോട് കൂടി ചേർന്ന് യോജിച്ചോളൂ. കനം കുറഞ്ഞ കിണ്ണത്തപ്പണ് ബെസ്റ്റ്. ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വലിയൊരു പാത്രത്തിലാണ് ഇത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു വെച്ചത്. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുകളിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല താന്ന് പോകാണ്ട് കിട്ടുള്ളൂ, മുകളിൽ ഇങ്ങനെ ഭംഗി കിട്ടാനായിട്ട്. ഇതിപ്പോൾ പശു നെയ്യാണ് ഇങ്ങനെ മുകളിൽ കിടക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് നല്ല മാവായിട്ട് യോജിച്ച് പൊക്കോളും. വെള്ളം നല്ലോണം തിളക്കിണ്ട്. അപ്പം ഇനി നമുക്കിനി നമ്മൾ സെറ്റ് ചെയ്ത കിണ്ണത്തപ്പത്തിൻ്റെ പാത്രം ഇതുപോലെ വെക്കാം. നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ച് വെക്കണം. അതിന് ശേഷം നമുക്കൊന്ന് കവർ ചെയ്യാം. ഒരു പാത്രം കൊണ്ടൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ജീരകം ഒന്ന് തൂവി കൊടുക്കാം. മുകളിലായിട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് വിടാണ്ട് മുകളിൽ തന്നെ കിടന്നു. കാണാൻ ഭംഗിക്കും ഈ നല്ല ജീരകം നല്ലതാണ്. കിണ്ണത്തപ്പം കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നല്ല ജീരകം ഒന്ന് വെതറി ഇടണം. അപ്പം നമ്മൾ കുറച്ച് ജീരകം എടുത്ത്, അതായത് നല്ല ജീരകം നമ്മുടെ മാവിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം. ഇങ്ങനെ താഴ്ത്ത് പോവാണ്ട് മുകളിൽ തന്നെ കിടന്നു പോകും. ഇതൊരു ഭംഗിക്ക് രുചി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ആവിയിൽ നിന്ന് വേവണം. ആദ്യം ഞാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ച കിണ്ണത്തപ്പം എടുത്തു, അത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, ഇത് ഏകദേശം പാകമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല കനം കുറഞ്ഞ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്തിരി വലിപ്പം കൂടിയ പാത്രം കണ്ട. അപ്പം നല്ല കനം കുറഞ്ഞ കിണ്ണത്തപ്പണത്.
നല്ല കനം കുറഞ്ഞാലാണ് ഈ കിണ്ണത്തപ്പത്തിന് ടേസ്റ്റ് കൂടുക. അപ്പം ജീരകം ഞാൻ പഞ്ഞിക്ക് വേണ്ടി ഇട്ടതാണ്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മുടെ സെക്കൻഡ് ട്രിപ്പുള്ള കിണ്ണത്തപ്പം റെഡി ആയോ നോക്കാം. ഇത് കണ്ട. അപ്പോൾ കൂവ കൊണ്ടുള്ള കിണ്ണത്തപ്പാണ് സെക്കൻഡ് ട്രിപ്പിലത്തെ. നമുക്കൊരു ടൂത്ത് പിന്ന് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ഉണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് നല്ലൊരു പാത്രത്തിൽ വെള്ളം അടിയിൽ വെച്ച് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, നല്ല ആവി പോണതാണ്. അപ്പം നമ്മൾ വെള്ളം വെച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടും. അപ്പം നമ്മുടെ സെക്കൻഡ് കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടർത്തിയെടുക്കാം. നല്ലോണം കനം കുറഞ്ഞിട്ടാണ് തയ്യാറാക്കിയുള്ളത്. അപ്പോൾ പെട്ടെന്ന് വെന്തോളും. ഇതുപോലെ ഇത് എണ്ണയൊക്കെ പരട്ടിയ കാരണം പെട്ടെന്ന് തന്നെ ഇതുപോലെ കിട്ടും. ഈ ഒരു കൂവപ്പൊടി അരിപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ 2 കിണ്ണത്തപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മുടെ കൂവപ്പൊടി കൊണ്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണവും കൂടിയാണ് കൂവപ്പൊടി. അത് ആരോ റൂട്ട് പൗഡർ എന്ന് പറയും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പുറമെന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് നമുക്ക് ചൂട് കാലത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ലൂസ് മോഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കൂവപ്പൊടി കൊണ്ടുള്ള ഡിഷസ്, അതായത് കൂവപ്പൊടി കുറുക്ക്, ജ്യൂസ്, സ്ക്വാഷ്, സ്മൂത്തീസ്, അതുപോലെ കിണ്ണത്തപ്പം, പുഡിങ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം നമ്മൾ കൂവപ്പൊടിയൊക്കെ പഴയ കാലത്തെ ഫുഡാണ് കൂവപ്പൊടി. അതൊക്കെ നമുക്ക് ഇതുപോലെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം അങ്ങനെയൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.